ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ദേവൂസ് പ്ലാന്റ്സ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബറാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ട്രോപ്പിക്കലായിട്ടുള്ള കുറച്ച് ലോട്ടസിൻ്റെ ഫ്രഷ് ട്യൂബറാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ടിരുന്നാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എല്ലാം ട്രോപ്പിക്കലായിട്ടുള്ള ലോട്ടസാണ്. എനിക്കിവിടെ ധാരാളം പൂക്കൾ കിട്ടിയ വെറൈറ്റിയുടെ ട്യൂബറാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാം. പൂക്കൾ കിട്ടുന്ന ട്യൂബറുകൾ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. ഇത് ധ്രുവ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ധാരാളം പൂക്കൾ കിട്ടുന്ന നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ അധികം ട്യൂബർ എപ്പോഴും നമുക്ക് കിട്ടത്തില്ല. ഇതിൻ്റെയും ട്യൂബർ അവൈലബിൾ ആണ്. വേണ്ടവർക്ക് ഇത് സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഇതിലേതെങ്കിലുമൊക്കെ ട്യൂബർ വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ്. നമ്മൾ DTDC പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ്, ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് വഴിയും ട്യൂബറുകൾ അയച്ചു കൊടുക്കാറുണ്ട്. അന്നേരം അങ്ങനെ വേണ്ടവർ അങ്ങനെ പറയാവുന്നതാണ്. അന്നേരം ഏതൊക്കെ ട്യൂബറാണ് സെയിലിനായിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഇത് പിങ്ക് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പിങ്ക് കളറിൽ കുറച്ച് പെറ്റൽസോട് കൂടി വന്ന് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ 3 ട്യൂബറാണുള്ളത്. ഒരു ട്യൂബറിൻ്റെ റേറ്റ്, ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് 150 രൂപ. ഇത് 130 രൂപ. ഇത് 100 രൂപ. അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 3 ട്യൂബറാണുള്ളത്. ഇത് അരുണിമ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ്. അരുണിമ ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. ധാരാളം പൂക്കൾ, പോട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് നല്ല ഹൈറ്റിൽ പോയിട്ട് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അരുണിമ ഒരു പിങ്കും ഒരു റെഡും ആ ഒരു ഷെയ്ഡൊക്കെ ഒരുമിച്ച് വരുന്നതാണ്. നല്ല പിങ്ക് അല്ല, എന്നാൽ നല്ല റെഡും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഒരുപാട് പെറ്റൽസ് ഇല്ല, എന്നാലും അത്യാവശ്യം പെറ്റൽസ് ഉള്ളൊരു വെറൈറ്റിയാണ്. നല്ലതുപോലെ പൊങ്ങിപ്പോയിട്ട് ഒരുപാട് ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കഴിഞ്ഞ തവണ എനിക്ക് ഇതിൽ നിന്ന് ട്യൂബറൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ തവണയും അത് ഒന്ന് റീപ്പോർട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം അത് ആ വർഷം 2 വർഷം അടുപ്പിച്ച് നിന്ന് ഫ്ലവർ ചെയ്തു. ഈ വർഷമാണ് ഞാനിത് റീപ്പോർട്ട് ചെയ്യുന്നത്. റീപ്പോർട്ടൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് റീപ്പോർട്ട് ചെയ്യാതെ തന്നെ അത് നിന്ന് വീണ്ടും പൂത്തോളും. ഇതിനകത്ത് തന്നെ കേട്ടോ റീപ്പോർട്ട് ചെയ്യാത്തപ്പം ഒരു ബഡ്ഡും ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ്, അതായത് ഈ ഒരു ട്യൂബറാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് 150 രൂപ. ട്യൂബർ കിട്ടാൻ പ്രയാസമുള്ളൊരു വെറൈറ്റിയാണ്. വേണ്ടവർക്ക് വാങ്ങി നടാം. ഇത് ധ്രുവ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ. ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് 150 രൂപ, 100 രൂപ, 130 രൂപ. അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ധ്രുവ പിങ്ക് കളറിൽ ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നടുക്ക് നല്ല യെല്ലോ സീഡ് പോഡോട് കൂടിയൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ്. കുറേ പെറ്റൽസും ഉണ്ട്. നല്ല ട്രോപ്പിക്കലാണേ. ഇത് റെഡ് സ്കൈ സ്കാനർ എന്ന് പറഞ്ഞ് ഒരുപാട് പെറ്റൽസ് ഇല്ലാതെ നല്ല റെഡ് കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇത്രയും ട്യൂബറാണ് കൊടുക്കാനുള്ളത്. 100, 80 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അതിൽ കൂടുതൽ റേറ്റൊന്നുമില്ല. റെഡ് കളറിൽ കുറച്ച് പെറ്റൽസോട് കൂടി ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് റെഡ് ഷാങ്ങായി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് സിംഗിൾ പെറ്റലിൽ ധാരാളം പൂക്കൾ കിട്ടുന്നത്. ഒരുപാട് പൂക്കൾ എനിക്ക് സീസണിൽ കിട്ടിയായിരുന്നു. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ട്രോപ്പിക്കലല്ല, സെമി ട്രോപ്പിക്കലാണ്. സീസണിൽ ധാരാളം പൂ, ഒരേ സമയം എനിക്ക് 3 പൂവൊക്കെ വിരിഞ്ഞ് അതിൻ്റെ ഫോട്ടോ ആണ് ഈ കൊടുത്തേക്കുന്നത്. അങ്ങനെ കിട്ടിയൊരു വെറൈറ്റിയാണ്. സിംഗിൾ പെറ്റലൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിച്ച് നടാം. ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 150, 130, 80 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. ഇത് മിഥില എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ലക്ഷ്മി, ബുച്ച അങ്ങനെയൊക്കെ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവറിന്. നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്.
എനിക്ക് കഴിഞ്ഞ സീസണിലൊക്കെ നല്ലതുപോലെ ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 3 ട്യൂബറും കൂടാണ് ബാലൻസ് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപ, 130 രൂപ. ഇത് അഫെക്ഷൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല റെഡ് കളറിൽ ഒരു ബൗൾ വെറൈറ്റിയാണ് അഫെക്ഷൻ. അഫെക്ഷൻ്റെ ട്യൂബർ എപ്പോഴും എല്ലാവരും വന്ന് ചോദിക്കുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ കയ്യിൽ എല്ലായ്പ്പോഴും ഒന്നും കാണത്തില്ല. ഇതിൻ്റെ താണ്ട് ഇത്രയും ട്യൂബറുണ്ട്. 150, 130, 100, 80 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. നല്ല ട്രോപ്പിക്കലായിട്ടുള്ള നമുക്ക് കുഞ്ഞൻ പാത്രങ്ങളിലൊക്കെ നട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് വലിയ പാത്രമൊന്നും വേണ്ട, ചെറിയ പോട്ടിൽ നട്ടു കൊടുക്കാം. റെഡ് കളറിൽ ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി. ഇതും ഒരു ബൗൾ ലോട്ടസ് ആണേ. മൃണാളിനി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ റേറ്റും 150, 100 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് ഇത്രയും ട്യൂബറാണ് കൊടുക്കാനുള്ളത്. പിങ്ക് കളറാണ്. ധാരാളം പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ബൗൾ ലോട്ടസ് ആണ്. ഇത് D1 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റിയാണ്. ഒരുപാട് പൂക്കൾ ഒരേ സമയം കിട്ടുന്ന വെറൈറ്റിയാണ്. നല്ല റെഡ് കളറിൽ കുറേ പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റും വരുന്നത് 150, 130, 100, 80 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ദാണ്ട് ഇത്രയും ട്യൂബറുണ്ട്. വലിയ ട്യൂബറും ചെറിയ ട്യൂബറും ഉണ്ട്. വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. റെഡ് കളറാണ്. ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് പിങ്ക് മിസ്റ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. സിംഗിൾ പെറ്റലാണ്. നല്ല ഹൈറ്റിൽ പോയിട്ട് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ എല്ലാ പോട്ടിലും നിറയെ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് പൊങ്ങിപ്പോയിട്ട് ധാരാളം പൂക്കൾ കിട്ടും. സിംഗിൾ പെറ്റലാണ്. ഇതിൻ്റെ ട്യൂബർ എപ്പോഴും കിട്ടത്തില്ല. ഇതും നമുക്ക് ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിലേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ട്യൂബറായി കിട്ടിയതാണ്. ഇതും കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് ട്യൂബർ കിട്ടിയില്ലായിരുന്നു. ഇതിൻ്റെ നമ്മൾ ചെറിയ റണ്ണർ പോലും പോട്ടിൽ നട്ടുവെച്ച് കൊടുക്കാമെങ്കിൽ ഒരുപാട് പൊക്കത്തിൽ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ട് നിറയെ പൂക്കുന്ന, അതായത് പൂട്ടിലൊക്കെ നട്ടു കൊടുക്കേണ്ടവർക്കും നട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. അതാണ്ട് കുറേ ഗ്രോത്ത് ടിപ്പുള്ള വെറൈറ്റിയാണ്. നമുക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150, 100 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. 100ൻ്റെ ഒരു 1 2 എങ്ങാനൊക്കെ കാണത്തുള്ളൂ. 150 ആണ്. വലിയ ട്യൂബറാണ്. ഇത് ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. സൂപ്പർ ഫ്ലവറാണേ. ഒരുപാട് പെറ്റൽസോട് കൂടി വരുന്ന നല്ല വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ മിറാക്കിള് അങ്ങനത്തെയൊക്കെ കണക്ക് നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ലോണം പെറ്റൽസോട് കൂടി വന്ന് നല്ലോണം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് ദാണ്ട് ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് 150 രൂപയേ ഉള്ളൂ. ദാണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റാണെങ്കിൽ 150 രൂപയേ ഉള്ളൂ ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ 130, 100 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ദാണ്ട് ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. ഇത് ഗോൾഡൻ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല ഓറഞ്ച് കളറിൽ ഒരുപാട് പൂക്കൾ. കാരണം ഇതിൻ്റെ കളറൊരു വ്യത്യസ്തമായ കളറാണേ. നമ്മുടെ സാധാരണ താമരകളുടെ കളറല്ല ഇതിനൊരു പ്രത്യേക കളറാണ്. ഇത് ഞാൻ ഷോർട്സൊക്കെ ഇട്ടപ്പോൾ എല്ലാം അന്ന് ട്യൂബർ ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഫ്ലവറിങ് ആയിരുന്നു. ഇപ്പം ഫ്ലവർ കഴിഞ്ഞ് ട്യൂബറായി. ട്യൂബർ കിട്ടുന്ന ഒരു വെറൈറ്റിയുമാണ്. ഇതിൻ്റെ എല്ലാ ട്യൂബറിൻ്റെയും റേറ്റ് വരുന്നത് 150 രൂപ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു കളറാണ്. ഒരുപാട് പെറ്റൽസ് ഇല്ല. പെറ്റൽസ് കുറഞ്ഞിട്ട് നമുക്ക് ആ കളർ പറയാൻ ഒക്കത്തില്ല. അത്രയ്ക്ക് നല്ലൊരു കളറാണ് ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപ. ഫ്രഷ് ട്യൂബറാണ്. ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. അന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലുമൊക്കെ ട്യൂബർ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നമ്മൾ ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ പോട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാൻ വയ്യാത്ത കൂട്ടുകാർ പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം പോട്ട് ചെയ്യാൻ. ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അന്നേരം വീണ്ടും ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഴയത്ത് നമുക്ക് പോട്ട് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. മഴയത്ത് ഇച്ചിരി കിളിർത്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചീത്തയൊന്നും ആവത്തില്ല. ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. ലോട്ടസിൻ്റെ ട്യൂബർ കൈ കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പോട്ടിലാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ പോട്ടിൽ മണ്ണും വളമെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ട്യൂബർ അതിനകത്തോട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. റൂട്ടും ലീഫും വന്നതിന് ശേഷം മാത്രം പോട്ട് ചെയ്താൽ മതി.
അന്നേരം ഇതിൽ ഏതെങ്കിലുമൊക്കെ ട്യൂബർ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്